അപ്പോൾ നമ്മൾ ഈ പാകിസ്ഥാൻ രൂപീകരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, ബംഗ്ലാദേശിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ പാകിസ്ഥാൻ രൂപീകരണം ഉണ്ടായ 45-ന് 1940-നും 47-നും കുറച്ച് നാളുകളിലുണ്ടായ നിസ്സാര കാര്യങ്ങളോടാണ് നമുക്കെല്ലാം നഷ്ടപ്പെട്ടത്. ഒരു ബാക്കിൽ കളിച്ച ആൾക്കാർ ജിന്ന, പിന്നെ വേറൊരു ഇപ്പോൾ JNU പഠിക്കുന്ന പോലത്തെ ഒരു ഇസ്ലാം വിദ്യാർത്ഥി, ആളുടെ പേര് ഞാൻ പറഞ്ഞു, ജിന്ന, മൗണ്ട് ബാറ്റൻ പിന്നെ മാക്സിമം അത്ര അറിയുള്ളൂ വിചാരിക്കുക. ഒരാൾ മിടുക്കനായിരുന്നു ആള്. പിന്നെ നെഹ്റുവാണ് ഒരു സൈലൻ്റായിട്ട് കളിച്ചയാൾ. കാരണം നെഹ്റു അത്ര ബുദ്ധി പോകുള്ളൂ. അതായത് നെഹ്റു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കുറ്റം പറഞ്ഞതല്ല, ഈ ശശി തരൂർ സാറിൻ്റെ ഒക്കെ ഒരു റേഞ്ചാണ് ഈ നെഹ്റു എന്ന് പറഞ്ഞ കഴിക്കുള്ളൂ. ആ സാഹിത്യ ലോകം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ജീവിതം കളയാന്നുള്ള കാര്യം കാരമുള്ള. അപ്പോൾ ഈ എഡ്വിന എന്ന് പറഞ്ഞ സ്ത്രീയായിട്ട് നെഹ്റുവിന് നല്ല ബന്ധങ്ങളുണ്ട്. അതൊരിക്കലും ശാരീരിക ബന്ധമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാം. കാരണം അത്ര ഗ്രേറ്റാണ് ഈ മൗണ്ട് ബാറ്റൻ. നിസ്സാരക്കാരനല്ലേ മൗണ്ട് ബാറ്റൻ. ഈ ആ കാലത്ത് ബ്രിട്ടീഷുകാരുടെ എല്ലാ സൂപ്പർ യുദ്ധങ്ങളും ജയിച്ചു വന്ന കേണലാണ് ഈ മൗണ്ട് ബാറ്റൻ. അയാളുടെ ഭാര്യയായിട്ട് സെക്ഷൽ റിലേഷൻ എന്നുള്ളൊരു ബന്ധമല്ല, അല്ലാണ്ടൊരു ബഹുമാനം സ്നേഹം കൂടി ചേർന്ന, പിന്നെ ഹിന്ദുവിൻ്റെ ഒരു സ്നേഹം എഡ്വിന് ഉണ്ടാവും നെഹ്റുവിൽ. അതൊരു ശാരീരിക ബന്ധമല്ല. പക്ഷേ അതൊക്കെ ഇതിൽ പ്രതിഫലിച്ചു. പിന്നെ ഈ നെഹ്റുവിന് ഇന്ത്യയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഭാരതത്തോടുള്ള സ്നേഹമല്ല, അത് കാശ്മീരിനോടുള്ള സ്നേഹം. അത് കാശ്മീരി പണ്ഡിറ്റിൻ്റെ ഒരു ഇതാണത്. അതാണ് അയാളുടെ ഇന്ത്യയുടെ കണ്ടെത്തലും പഞ്ചവത്സര പദ്ധതിയൊക്കെ. നെഹ്റു അപ്പോൾ ഈ കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ഡൽഹി സെൻട്രലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഭൂമിയുടെ എല്ലാ അറ്റത്തും ഏഷ്യയുടെ അറ്റത്തിൻ്റെയും മിക്സ്ഡ് എക്കോണമിയാണ് കാശ്മീര്. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അവിടെ. അത് ഈ ടീമിൽ നശിപ്പിക്കേണ്ടതാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു. സിക്കിസം, ബുദ്ധിസം, ഹിന്ദുയിസം, ഇസ്ലാമിസം, അതിനെല്ലാത്തിൻ്റെയും മിക്സ്ഡായ ഏറ്റവും ഭംഗിയാർന്ന ഏറ്റവും നല്ല സ്ഥലങ്ങളൊന്നാണ് കാശ്മീർ. സത്യം തന്നെയാണ്. പക്ഷെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. പിരിയേണ്ട സമയത്ത് ഹരിസിംഗ് എന്ന് പറഞ്ഞൊരു രാജാവായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇയാൾ ഹിന്ദു രാജാവും ജനങ്ങൾ ഇസ്ലാം, അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് ആ സമയത്തെ അവസ്ഥ. അപ്പം അതൊക്കെ ഒരു കുറേ തമാശകളുണ്ട് ഇതിൽ. ഈ സ്വാതന്ത്ര്യ സമയത്തിലെ ദീർഘദൃഷ്ടിയില്ലാത്ത നേതാക്കന്മാരുണ്ടായതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അതുപോലെ നെഹ്റു, മൗണ്ട് ബാറ്റൻ, എഡ്വിന, ജിന്ന എന്നിവരുടെയൊക്കെയുള്ള ആ സമയത്ത് ഗാന്ധിജിയെ കുറിച്ച് ഇനി കൂടുതൽ പിന്നെ പറയാം. അല്ല, ഗാന്ധിജി ഒരു സാധു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റൊക്കെയാണ്. നമ്മളതിന് കൂടുതലൊന്നുമില്ല. പക്ഷെ അയാളുടെ ചില തെറ്റായ കാര്യങ്ങളൊക്കെ ചൂണ്ടി കാണിക്കണം. അയാളും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ആളുടെ ലേഖനങ്ങളൊക്കെ ഒരു പരിധി വരെ നല്ല സ്റ്റാൻഡേർഡുള്ളതാണ് ഗാന്ധിജിയുടെ. ഇത് പറഞ്ഞത് മാത്രം. പിന്നെ ഇതിൽ കൂടുതൽ പറയാൻ വേറെ പെട്ടെന്ന് നെഹ്റുവിനെ ഓർത്ത് അടുത്ത വീഡിയോയിൽ നോക്കട്ടെ, എന്തെങ്കിലും വിട്ടുപോയി നോക്കട്ടെ. നന്ദി, നമസ്കാരം, സന്തോഷ, സമാധാനം, സ്നേഹം.